ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവിലായിലെ അമ്മ ത്രേസ്യായ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ദീപ. ഞാൻ നെല്ലിക്കാമ്പോയിൽ ഇടവകയിൽ നിന്ന് വരുന്നു. 6 വയസ്സുള്ള മകന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. എൻ്റെ കുഞ്ഞിന് പെട്ടെന്ന് കൈയും കാലും ചുമന്ന് തടിച്ചു വന്നു. അതേ തുടർന്ന് വയറുവേദനയും ഛർദിയും തുടങ്ങി. തക്കാളിപ്പനിയാണെന്ന് വിചാരിച്ച് ഡോക്ടറെ കാട്ടി. അതല്ലായിരുന്നു, IgA വാസ്കുലൈറ്റിസ് എന്ന അസുഖമാണ് എന്ന് പറഞ്ഞു. ഛർദിയിലും വയറ്റിൽ നിന്ന് പോകുന്നതിലും ബ്ലഡ് കാണാൻ തുടങ്ങി. കുഞ്ഞിനെ അഡ്മിറ്റാക്കി. ഇത് എല്ലാ അവയവങ്ങളെയും ബാധിക്കും, കിഡ്നിയെ ബാധിച്ചാൽ ഗുരുതരമാകുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ നേർച്ച നേർന്നു. കുഞ്ഞിനെ കൊണ്ടുവന്ന് കുരിശടിയിൽ നിർത്തി 101 പ്രാവശ്യം ഈശോയെ എന്ന് വിളിപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഞാൻ മുട്ടിൽ വലിയാമെന്ന് പറഞ്ഞ് കുഞ്ഞിൻ്റെ മൂത്രത്തിൽ ബ്ലഡ് 2+ കാണിക്കാൻ തുടങ്ങി. ഡോക്ടർ പറഞ്ഞു, ഒരാഴ്ച നോക്കാം, ഇത് കുറഞ്ഞില്ലെങ്കിൽ കോഴിക്കോട് കുട്ടികളുടെ കിഡ്നിയുടെ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കണം, കുറേ നാൾ കാണിക്കണമെന്ന്. ഞാൻ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന യൂട്യൂബിൽ കൂടാൻ തുടങ്ങി. 9 മണിക്കത്തെ വചന സന്ദേശം കൂടി പ്രാർത്ഥിച്ചു. സുഖമായാൽ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് നേർച്ച നേർന്നു. 5 ദിവസം കഴിഞ്ഞ് യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്ലഡ് നോട്ട് പ്രസന്റ് എന്ന് കാണിച്ചു. ഇനി കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. എൻ്റെ ഈശോയ്ക്ക് കോടാനുകോടി നന്ദി. കരമടിച്ച് പ്രിയപ്പെട്ടവരെ, വലിയ ഒരു മസിലുകളൊക്കെ തളർന്നു പോകുന്ന രീതിയിലുള്ള ഒരു രോഗപീഠയിൽ നിന്ന് കർത്താവ് കുഞ്ഞിനെ സുഖപ്പെടുത്തിയതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. രാത്രി നമ്മുടെ 9 മണിക്കുള്ള ശുഭരാത്രി വചന ശുശ്രൂഷയിലും ആരാധനയിലും പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. കർത്താവ് സൗഖ്യം നൽകി. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. എല്ലാ ദിവസവും രാത്രി 9 മണിക്കുള്ള ആ ശുഭരാത്രി വചന ശുശ്രൂഷയിൽ ഓൺലൈനിൽ പങ്കെടുക്കുന്നവരൊന്ന് കരമുയർത്താവ്. ഒത്തിരിയേറെ പേരുണ്ട്. നിങ്ങൾക്ക് അത് പങ്കെടുക്കാത്തവർക്ക് രാത്രി നിങ്ങൾക്കത് ഓൺലൈനിൽ പങ്കെടുക്കാവുന്നതാണ്. ഇവിടെ വന്ന് പങ്കെടുക്കാവുന്ന. എൻ്റെ പേര് ആശ MC, ഇടവക ചെട്ടിയാമ്പറമ്പ്. എൻ്റെ മകൻ ഡാനിയൽ ജോബിക്ക് വേണ്ടിയുള്ള സാക്ഷ്യമാണിത്. 2 വയസ്സ് കഴിഞ്ഞിട്ടും മകൻ സംസാരിക്കില്ലായിരുന്നു. ഞങ്ങൾ അച്ഛനെ വന്നുകണ്ട് പ്രാർത്ഥിച്ചിരുന്നു. അച്ഛൻ പറഞ്ഞ പ്രകാരം വ്യാഴാഴ്ചകളിൽ മകനെ കൊണ്ടുവന്ന് കഞ്ഞി കൊടുത്തിരുന്നു. അങ്ങനെ 2.5 വയസ്സായപ്പോഴേക്കും അവൻ പതുക്കെ സംസാരിച്ചു തുടങ്ങി. ഇപ്പോൾ അവന് 3 വയസ്സായി. ഒരു തടസ്സവും കൂടാതെ അവൻ നന്നായി സംസാരിക്കുന്നുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും ആവിലായിലെ അമ്മ ത്രേസ്യായ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. സ്പീച്ച് ഡിലേ ഉണ്ടായിരുന്നത് 2 വയസ്സായിട്ടും ഒട്ടും തന്നെ സംസാരിക്കാൻ തുടങ്ങാതിരുന്നത് സംസാരിക്കാൻ കർത്താവ് ഇടവരുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. സ്ഥലം വള്ളിത്തോട്. എൻ്റെ പേര് ഷിജി. ഒരു ജോലി ലഭിക്കുന്നതിനായി റാപ്സൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥനാ സഹായം യാചിച്ചതിൻ്റെ ഫലമായി ജോലി ലഭിച്ചു. എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും ആവിലായിലെ അമ്മ ത്രേസ്യായ്ക്കും കർമ്മല മാതാവിനും പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും 1000 നന്ദി. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ദൈവത്തിന് നന്ദി. എൻ്റെ പേര് അനീറ്റ. ഞാൻ കാനഡയിലാണ്. എൻ്റെ ഭർത്താവിന് 4 പ്രാവശ്യം ശ്രമിച്ചിട്ടും ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുവാൻ സാധിച്ചിരുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഈ കാര്യം പറഞ്ഞ് റാപ്സൻ അച്ഛന് മെസ്സേജ് അയച്ചിരുന്നു. അതിൻ്റെ ഫലമായി ഭർത്താവ് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി. കർമ്മല മാതാവിനോടും ആവിലായിലെ അമ്മയോടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനോടും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി എഴുതുന്നവര്, അതുപോലെ ലൈസൻസ് ഉണ്ടായിട്ടും വാഹനം ഓടിക്കാൻ ഭയമുള്ളവര്, പ്രയാസമുള്ളവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യായ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ആൽഫി ജെയിംസ്. സ്ഥലം വീർപ്പാട്. ഞാൻ ജർമ്മൻ ഭാഷ പഠിക്കുകയായിരുന്നു. B2 നല്ല വിഷമമായിരുന്നു. B2 പരീക്ഷയിൽ 4 മോഡ്യൂളും പാസ്സായാൽ ആവിലായിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേരുകയും മുട്ടിന്മേലെഴഞ്ഞ് പ്രാർത്ഥിക്കുകയും ബഹുമാനപ്പെട്ട റാപ്സൻ അച്ഛനോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ 4 മോഡ്യൂളും ഫസ്റ്റ് ചാൻസിൽ തന്നെ നല്ല മാർക്ക് കിട്ടി പാസ്സായി. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യായ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം, ഈശോയേ.
ഈശോയ്ക്ക് നന്ദി, ഈശോയ്ക്ക് സ്തുതി. എൻ്റെ പേര് ലിഷ. ഞാൻ നെടുവാലൂരിൽ നിന്ന് വരുന്നു. എനിക്ക് ഈശോ നൽകിയ അനുഗ്രഹം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കല്യാണം 28-ാമത്തെ വയസ്സിലായിരുന്നു. കുട്ടികൾ പെട്ടെന്ന് വേണ്ട എന്നായിരുന്നു. എന്നാൽ ഞങ്ങൾ ആഗ്രഹിച്ച പോലെ നടന്നില്ല. ഞാൻ ആവിലായിലെ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചു. സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകാൻ സാധിച്ചു. ഈശോയെ നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. അവർക്ക് വിളിക്കാം ഈശോയേ. എൻ്റെ പേര് ആലീസ്, എടൂർ ഇടവകാംഗം. എൻ്റെ ഇടത്തെ ചൂണ്ടുവിരലിൽ അലർജി ഉണ്ടായിട്ട് 2 മാസമായിരുന്നു. വേദനയും ചൊറിച്ചിലും സഹിക്കാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു. വിശുദ്ധ അമ്മ ത്രേസ്യയുടെ പ്രധാന തിരുനാൾ ദിവസം വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ചൊറിച്ചിലും വേദനയും മാറിക്കിട്ടി. അലർജി ഉണ്ടായിരുന്ന വിരലിൻ്റെ സൈഡിൽ അലർജി മൂലം സിമന്റ് കട്ട പോലെ തടിപ്പുണ്ടായിരുന്നു. തടിപ്പും മാറിക്കിട്ടി. വിശുദ്ധ അമ്മ ത്രേസ്യയുടെ മാധ്യസ്ഥതയിൽ രോഗസൗഖ്യം ലഭിച്ചതിന് ഈശോയ്ക്ക് 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. എൻ്റെ വളരെ അടുത്ത സുഹൃത്തിനെ അണലിപ്പാമ്പ് കടിച്ചു. റാപ്സനച്ചനോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിരുന്നു. ഇപ്പോൾ നോർമൽ സ്ഥിതിയിലായി, ഡിസ്ചാർജായി വീട്ടിലെത്തി. ദൈവത്തിനും വിശുദ്ധ അമ്മ ത്രേസ്യയ്ക്കും അച്ഛനും 1000 നന്ദി. വിളിക്കാം ഈശോയേ. എൻ്റെ പേര് നിമ്മി ജോസഫ്. വീട് ഉളിക്കലാണ്. ഇപ്പോൾ ഞാൻ ജർമ്മനിയിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. ജർമ്മനിയിൽ വന്നപ്പോൾ എനിക്ക് രജിസ്ട്രേഷൻ ഇല്ലായിരുന്നു. എനിക്ക് ഇവിടെ വെച്ചിട്ടായിരുന്നു രജിസ്ട്രേഷന് വേണ്ടിയുള്ള എക്സാം. ആദ്യം അവർ പറഞ്ഞു ലാംഗ്വേജ് ആയതിനു ശേഷം മാത്രമേ എക്സാം നടത്തുകയുള്ളൂ എന്ന്. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ നിന്ന് ലാംഗ്വേജ് ക്ലാസ് തന്നു. ഞങ്ങൾ 12 മലയാളികൾ ഉണ്ടായിരുന്നു. അങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എക്സാം ഇപ്പോൾ ഇല്ല എന്ന്. അതിനാൽ ക്ലാസ് തുടർന്നുകൊണ്ടിരുന്നു. 10 മാസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ലീവിന് നാട്ടിലൊക്കെ പോയി വന്നതിന് ശേഷം എക്സാം ഉണ്ടാവുകയുള്ളൂ എന്ന്. ലീവിന് നാട്ടിൽ പോകാൻ എല്ലാം ശരിയായി വന്നപ്പോൾ പെട്ടെന്നാണ് അവർ പറഞ്ഞത് എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് എന്ന്. എന്ത് ചെയ്യണം, എങ്ങനെ പഠിക്കണം എന്നൊന്നും അറിയാതെ ഒത്തിരി വിഷമിച്ചു. അങ്ങനെ അച്ഛന് മെസ്സേജ് അയച്ചു. അച്ഛൻ പറഞ്ഞു പാസ്സാകുമെന്ന്. 1 മാസം മുഴുവൻ എക്സാമിന് വേണ്ടി പഠിച്ചു. ഡ്യൂട്ടിയും ക്ലാസ്സും പഠനവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും ആവിലയിൽ പ്രാർത്ഥിച്ചു. ഞാൻ പാസ്സായാൽ 50 മെഴുകുതിരി കത്തിച്ചേക്കാമെന്നും അരി നൽകാമെന്നും ഒക്കെ നേർന്നു. അങ്ങനെ എക്സാം എടുത്തപ്പോൾ പിന്നെയും അച്ഛനെ വിളിച്ച് പ്രാർത്ഥനാ സഹായം ചോദിച്ചു. മാർച്ച് 8-ന് എക്സാം എഴുതി. ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, പഠിച്ച ചോദ്യം കിട്ടി. അങ്ങനെ പാസ്സാവാനും സാധിച്ചു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആവിലായിലെ അച്ഛനും ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ഒരുപാട് നന്ദി. ഞാൻ സാക്ഷ്യം പറയാനായി നാട്ടിൽ വന്നപ്പോൾ പള്ളിയിൽ വന്നു. എങ്കിലും അച്ഛനെ കണ്ടു മടങ്ങി. എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചില്ല. കൈയടിച്ച് കർത്താവിന് നന്ദി. അവർക്ക് വിളിക്കാം ഈശോയേ. എൻ്റെ പേര് അഞ്ജു അനിൽ. ഞാൻ ഉരുപ്പുംകുറ്റിയിൽ നിന്ന് വരുന്നു. കൊച്ചിയിൽ വെച്ച് നടന്ന വിദേശത്തോട്ടുള്ള നേഴ്സുമാരുടെ ഇന്റർവ്യൂവിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സെലക്ഷൻ കിട്ടി. ഈ ഒരു അനുഗ്രഹം തന്ന ആവിലായിലെ ബന്ധിതനായ ഈശോയ്ക്കും അമ്മ ത്രേസ്യയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ചനും ഒരുപാട് സ്നേഹത്തോടെ നന്ദി പറഞ്ഞു. നല്ല ജോലി നൽകി അനുഗ്രഹിച്ച കർത്താവിന് കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എൻ്റെ പേര് അന്നമ്മ, എടൂർ. എൻ്റെ മകൻ സിജോയ്ക്ക് വേണ്ടിയാണ് സാക്ഷ്യം എഴുതുന്നത്. എൻ്റെ മകന് വിവാഹം നടക്കുന്നില്ലായിരുന്നു. ഞാൻ ആവിലായിൽ വന്ന് മകന് വേണ്ടി പ്രാർത്ഥിക്കുകയും റാപ്സനച്ചനെ കാണുകയും ചെയ്തു. അച്ഛൻ മകന് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം 37-ാം വയസ്സിൽ വിവാഹം നടക്കുമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞതനുസരിച്ച് തന്നെ വിവാഹം നടന്നു. ഇപ്പോൾ എൻ്റെ മരുമകൾ ഗർഭിണിയുമാണ്. ഇത്രയും വലിയ കാരുണ്യം കാണിച്ച ബന്ധിതനായ ഈശോയ്ക്കും അമ്മ ത്രേസ്യയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. വിവാഹ തടസ്സം മാറാനും വിവാഹം നടക്കാനും കർത്താവ് ഇടവരുത്തിയതിനെ ഓർത്തുറക്കെ വിളിക്കാം ഈശോയേ. എൻ്റെ പേര് അനു. ഞാൻ ചന്ദനക്കാമ്പാറ ഇടവകയിലാണ്. ഞാൻ ഇസ്രായേലിന് പോകുന്നതിനായി ബോംബെയിലേക്ക് പോയി. ഇന്റർവ്യൂവിന് 1 മാസത്തെ താമസമുണ്ടായിരുന്നു. ഇന്റർവ്യൂ കഴിഞ്ഞ് പാസ്പോർട്ട് റിലീസാകാൻ തടസ്സങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ പ്രാർത്ഥനാ ശുശ്രൂഷകൾ ഓൺലൈൻ വഴി കണ്ടു പ്രാർത്ഥിച്ചു. അവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളുമെന്ന് നേരുകയും ചെയ്തു. അതിന്റെ ഫലമായി പാസ്പോർട്ട് റിലീസാവുകയും ആ ഞായറാഴ്ച തന്നെ ഇസ്രായേലിലേക്ക് പോകുവാനും സാധിച്ചു. ഈശോയ്ക്കും ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കും നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം ഈശോയേ. എൻ്റെ പേര് മേരി, കീഴ്പള്ളിയിൽ നിന്ന് വരുന്നു. എൻ്റെ മകന് ഡിഗ്രി പരീക്ഷയിൽ ഒരു വിഷയം കഠിനമായിരുന്നു. ഇവിടെ വന്ന് എഴുതിയിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി റിസൾട്ട് വന്നപ്പോൾ പാസ്സായതിന് ബന്ധിതനായ ഈശോയ്ക്കും
കർമ്മലനാഥയ്ക്കും ആവിലായിലെ അമ്മ ത്രേസ്യായ്ക്കും 1 കോടി നന്ദി. പരീക്ഷകൾ എഴുതുന്ന മക്കൾക്ക് കർത്താവ് ഉന്നതമായ വിജയം നൽകുന്നതിനെ ഓർത്ത് കൈയടിച്ച് നന്ദി പറയാം. അതുപോലെ ഈ ആഴ്ചയിൽ പരീക്ഷകൾ എഴുതുന്ന എല്ലാവരെയും ഈ ആഴ്ചയിൽ വരുന്ന ശനിയാഴ്ച OET പരീക്ഷയുണ്ട്, മറ്റുള്ള ലാംഗ്വേജ് പരീക്ഷകളുണ്ട്, കുഞ്ഞുമക്കളുടെ ക്രിസ്തുമസ് പരീക്ഷകൾ നടക്കുന്ന സമയമാണ്. അതുപോലെ MBBSന്റെ സെക്കൻഡ് ഇയർ മെയിൻ പരീക്ഷകൾ നടക്കുന്ന സമയമാണ്. പരീക്ഷകൾ എഴുതുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഉച്ചത്തിൽ വിളിക്കാം. എൻ്റെ പേര് ധന്യ. ഞാൻ അറബിയിൽ നിന്ന് വരുന്നു. എൻ്റെ ഈശോയെ, എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ആവില പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈശോയും ആവിലായിലെ അമ്മ ത്രേസ്യയും എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് വിസ അടിച്ചു വരികയും ചെയ്തു. അതുകൂടാതെ എൻ്റെ വയറുവേദന മാറുകയും ചെയ്തു. ഈശോയ്ക്കും അമ്മ ത്രേസ്യായ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും ഒത്തിരി നന്ദി പറയുന്നു. രോഗസൗഖ്യം ലഭിച്ചു, അതുപോലെ വിസ ലഭിച്ചു, ജോലി ലഭിച്ചു. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഗ്രേസ് മരിയ. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. എനിക്ക് ജർമ്മൻ B2 ഫുൾ മോഡ്യൂൾ നല്ല മാർക്കോടുകൂടി പാസ്സാക്കിയതിന് ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. അതുപോലെ എഴുതിയ പരീക്ഷകളുടെ റിസൾട്ടുകൾ കാത്തിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഉച്ചത്തിൽ വിളിക്കാം. എൻ്റെ പേര് അശ്വിൻ. സ്ഥലം വട്ടിയാന്തോട്. 2 വർഷം മുൻപ് സ്ഥിരമായി ഞാൻ ആവില സദനിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പുറത്തു പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ളതും ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. സ്ഥിരമായി നിയോഗവും എഴുതിയിടുമായിരുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. എൻ്റെ പ്രശ്നങ്ങളിൽ തുണയായി ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും. കരമടിച്ച് നന്ദി പറയാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് തെരേസ. മടിക്കേരിയിൽ നിന്നും വരുന്നു. ഒക്ടോബർ 6-ാം തീയതിയിലെ രോഗികൾക്കായുള്ള ശുശ്രൂഷയിൽ ഓൺലൈനിൽ മുഴുവനും കൂടാൻ സാധിച്ചു. പ്രാർത്ഥനയിൽ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു, വിട്ടുമാറാത്ത ചുമ ഈശോ സൗഖ്യപ്പെടുത്തിയെന്ന്. 6-ാം തീയതി കഴിഞ്ഞതിൽ പിന്നെ എനിക്ക് അതുപോലത്തെ ചുമ വന്നിട്ടില്ല. പിന്നെ ചുമയ്ക്കുമ്പോൾ എനിക്ക് എന്തോ ഒന്നൊരു ചെറിയ ബലൂൺ പോലെ താഴോട്ട് വരുമായിരുന്നു. മൂത്രമൊഴിക്കുമ്പോൾ വേദനയും അനുഭവപ്പെടുമായിരുന്നു. അതും അച്ഛൻ പറഞ്ഞു, മൂത്രസഞ്ചി താഴോട്ട് ഇറങ്ങി വരുന്നതും മൂത്രമൊഴിക്കുമ്പോൾ വേദന അനുഭവപ്പെടുന്നവർക്കും ഈശോ സൗഖ്യം നൽകുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. എനിക്ക് അപ്പോൾ തന്നെ സൗഖ്യം ലഭിച്ചു. ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബഹുമാനപ്പെട്ട റാപ്സൻ അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഒക്ടോബർ മാസം 6-ാം തീയതി അമ്മ ത്രേസ്യയുടെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള തൊട്ട് മുമ്പത്തെ ഞായറാഴ്ച നമ്മൾ നടത്തിയ രോഗസൗഖ്യ ആരാധനയിൽ ഓൺലൈനിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച സഹോദരിക്ക് ലഭിച്ച സൗഖ്യത്തെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് ഏഞ്ചൽ. ഞാൻ നെല്ലിക്കാമ്പോയിൽ ഇടവകാംഗമാണ്. ആദ്യമേ തന്നെ സാക്ഷ്യം എഴുതാൻ വൈകിയതിന് ക്ഷമ ചോദിക്കുന്നു. എൻ്റെ മകൾ അക്സയ്ക്ക് കൊറോണ കാലത്ത് കൊറോണ രോഗം ബാധിക്കുകയും അത് നിയന്ത്രിതമാക്കാൻ കഴിയാത്ത വിധം കൂടുകയും ചെയ്തു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും സൗഖ്യം ലഭിച്ചാൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്നതിൻ്റെ ഫലമായി എൻ്റെ മകൾക്ക് പൂർണ്ണ ആരോഗ്യം ലഭിച്ചു. ഇന്നവൾക്ക് 4 വയസ്സുണ്ട്. ഈശോയെ, അങ്ങേക്ക് 1000 നന്ദി. പ്രിയപ്പെട്ടവരെ, 6 മാസം പ്രായമുള്ള കുഞ്ഞിനാണ് കൊറോണ ബാധിച്ചത്. അപ്പോൾ കൊച്ചിന് കൊറോണ വന്നപ്പോൾ ഉണ്ടാകുന്ന മാതാപിതാക്കളുടെ സങ്കടം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കർത്താവ് അത്ഭുതകരമായി കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തിയതിനെ ഓർത്ത് ഉറക്കെ വിളിക്കാം. ഈശോയേ. ഞാൻ പങ്കജ, വേങ്ങാട് നിന്നും വരുന്നു. എനിക്ക് തൊണ്ടയിൽ ക്യാൻസർ ആയിരുന്നു. 15 വർഷത്തെ ചികിത്സയ്ക്ക് ശേഷം ഭേദമായിരുന്നു. ഇപ്പോൾ വീണ്ടും മുഴ വലുതായി അസ്വസ്ഥത തുടങ്ങി. ഡോക്ടർ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. അച്ഛനെ വന്നു കണ്ടപ്പോൾ മുഴയിൽ ഉമിനീർ വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ മുഴ സോഫ്റ്റായി. ധൈര്യമായി ഓപ്പറേഷൻ ചെയ്ത് മുഴ നീക്കിക്കോ, ക്യാൻസറിനെ യേശു എടുത്തു കളഞ്ഞെന്ന് പറഞ്ഞു. ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു. മംഗലാപുരത്തു നിന്നായിരുന്നു. ബയോപ്സിയിൽ ഒരു കുഴപ്പവുമില്ല. ഇത്ര വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും 1000 നന്ദി. പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. എന്റെ കൊച്ചുമോൾക്ക് പഠിത്തത്തിൽ കുറച്ച് പുറകോട്ടായിരുന്നു. ഇവിടെ വന്ന് ബുക്കും പേനയും പ്രാർത്ഥിച്ചു. ധൈര്യമായി പരീക്ഷ എഴുതി ഫുൾ A+ കിട്ടുമെന്ന് അച്ഛൻ പറഞ്ഞു. അതുപോലെ എല്ലാം A+. വീട് ജപ്തിയുടെ വക്കിലായിരുന്നു.
മറ്റൊരു സ്ഥലം പണയപ്പെടുത്തി ലോൺ എടുത്ത് പ്രശ്നം പരിഹരിക്കാമെന്ന് വെച്ചപ്പോൾ റോഡില്ലാത്തതിനാൽ അതും കിട്ടിയില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പിറ്റേ ദിവസം തന്നെ ലോൺ കിട്ടി, പ്രശ്നം പരിഹരിച്ചു. ചെറുതും വലുതുമായി ഇനിയും ഒട്ടേറെ അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്ന ആവിലായിലെ അമ്മയ്ക്കും ഈശോയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് ജസ്ന. ഞാൻ എടത്തൊട്ടിയിൽ നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സാണ്. ഒരുപാട് നാളായി പുറത്തേക്ക് ജോലിക്ക് ശ്രമിക്കുന്നു. ആദ്യം OET പഠിച്ചു, ഇറ്റാലിയൻ പഠിച്ചു. അതിലൊന്നും എനിക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ദിവസങ്ങളിലൊക്കെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒമാൻ ഗവൺമെന്റിന്റെ ഇന്റർവ്യൂവിൽ ഞാൻ പാസ്സായി. എല്ലാ വ്യാഴാഴ്ചകളിലും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമെന്ന് തീരുമാനിച്ചു. ആദ്യ വ്യാഴാഴ്ച വന്ന് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ എനിക്ക് വിസ ലഭിച്ചു. പിന്നീട് എക്സാം എഴുതുന്നതിന് മുൻപ് അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ എന്നോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് തിരിയും തന്നു. ഞാൻ എന്നും ആവിലായിലെ പ്രാർത്ഥനയും 101 പ്രാവശ്യം ഈശോയെ എന്നും വിളിക്കുമായിരുന്നു. എനിക്ക് 80% മാർക്കോടെ പാസ്സാകാൻ കഴിഞ്ഞു. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും അമ്മ ത്രേസ്യായ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. എൻ്റെ പേര് മേരി മാത്യു. ഞാൻ ഇടക്കോം ഇടവകയിൽ നിന്നും വരുന്നു. എനിക്ക് കിട്ടിയ രോഗശാന്തിക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. എൻ്റെ ചെവിയുടെ ഭാഗത്തുള്ള എല്ലിന് തേയ്മാനവും വേദനയും നിമിത്തം എനിക്ക് കഴുത്തു കുനിക്കുവാനും വാപൊളിച്ച് ഭക്ഷണം കഴിക്കാനും വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഡോക്ടറെ കണ്ട് മെഡിസിൻ കഴിച്ചെങ്കിലും ഒരു കുറവും ഉണ്ടായില്ല. ഞാൻ സ്ഥിരമായി ആവിലയിൽ വന്ന് പ്രാർത്ഥിക്കുകയും വ്യാഴാഴ്ചകളിൽ വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛനോട് പ്രാർത്ഥനാ സഹായം യാചിക്കുകയും അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി 90% മാറിക്കിട്ടുകയും ചെയ്തു. ഈ അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും അമ്മ ത്രേസ്യായ്ക്കും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, ചെവിയുടെ ഭാഗത്തുള്ള അസ്ഥിക്ക് തേയ്മാനമുണ്ടാവുകയും വായ തുറക്കാൻ പ്രയാസവും വേദനയും ഒക്കെ ആയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു. കർത്താവ് സുഖപ്പെടുത്തിയതിനെ ഓർത്ത ഉച്ചത്തിൽ വിളിക്കാം. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം, ഉണരാം, ഉണരാം. എൻ്റെ പേര് വത്സമ്മ. ഞാൻ മാങ്ങോട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കാണുകയും 22 വ്യാഴാഴ്ച ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ മകളുടെ കല്യാണ തടസ്സങ്ങൾ മാറിക്കിട്ടുകയും നവംബർ 9-ാം തീയതി കല്യാണം നടന്നു. എൻ്റെ 10 മാസമായ യൂറിൻ ഇൻഫെക്ഷനും മാറിക്കിട്ടി. ഞങ്ങൾക്ക് ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും അമ്മ ത്രേസ്യയ്ക്കും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഒക്ടോബർ 14-ന് ഒരു നേർച്ചയുടെ നിയോഗം ങ്ങളിലൊന്ന് വിവാഹ തടസ്സം മാറുക എന്നുള്ളതായിരുന്നു. നവംബർ 9-ാം തീയതി കല്യാണം കർത്താവ് നടത്തിക്കൊടുത്തു. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയെ സ്തുതി, ഈശോയെ നന്ദി. എൻ്റെ പേര് നിതിന, സ്ഥലം ചാവശ്ശേരി. എനിക്കും എൻ്റെ കുടുംബത്തിനും കിട്ടിയ 3 അനുഗ്രഹങ്ങൾ പറയാനാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. എൻ്റെ മകൻ ആദിഷിന് കുറേ മാസങ്ങളായി ബുക്ക് വായിക്കുമ്പോഴും എഴുതുമ്പോഴുമൊക്കെ തലവേദന വന്ന് കണ്ണിൽ നിന്ന് വെള്ളം വരാറുണ്ടായിരുന്നു. കുറച്ചു മാസം മുന്നേ ഞാനും എൻ്റെ കുടുംബവും യേശുനാമ ജപത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ റാപ്സനച്ഛനെ കണ്ടു. അച്ഛൻ എൻ്റെ മകൻ്റെ തലയിൽ കൈവച്ച് ഇനി തലവേദന ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം എൻ്റെ മകന് തലവേദനയും കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന അവസ്ഥയും ഉണ്ടായിട്ടേയില്ല. രണ്ടാമതായി എൻ്റെ ഭർത്താവിന് കിട്ടിയ ഒരു സൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് പറയുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ പേര് പ്രജിൽ. അദ്ദേഹത്തിന് കൈയുടെ ഷോൾഡറിന് ഭയങ്കര വേദനയായിരുന്നു. വലതുകൈ ആയിരുന്നു വേദന. കെട്ടിട നിർമ്മാണത്തിൻ്റെ ജോലി ആയതുകൊണ്ട് ജോലി ചെയ്യുമ്പോഴെല്ലാം വേദന വരാൻ തുടങ്ങി. അങ്ങനെ റാപ്സൻ അച്ഛനെ വന്നു കണ്ടു. അച്ഛൻ കഴിഞ്ഞ മാസത്തെ രോഗസൗഖ്യ ആരാധനയിൽ പങ്കെടുക്കാൻ പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ നിയോഗം കെട്ടിയിട്ട് ഈശോയോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എൻ്റെ ഭർത്താവിൻ്റെ കൈയുടെ വേദന പൂർണ്ണമായും സൗഖ്യം ലഭിച്ചു. മൂന്നാമതായി എനിക്ക് കിട്ടിയ ഒരു സൗഖ്യത്തെ പറ്റിയാണ് ഈ സാക്ഷ്യം. ഞാൻ ജോലി സ്ഥലത്തു നിന്ന് വീണ്
കാലിനും മുതുകിനും പരിക്ക് പറ്റിയിരുന്നു. കാലിന്റെ ഞരമ്പ് വലിഞ്ഞു പോയതുകൊണ്ട് ബാൻഡേജ് ഇടുകയും മുതുകിന് ചെറിയ ചതവ് പറ്റിയതുകൊണ്ട് ഭയങ്കര വേദനയുമായിരുന്നു. ഡോക്ടർ 3 ആഴ്ച ബെഡ് റെസ്റ്റ് പറഞ്ഞു തന്ന പ്രാർത്ഥന 2 ദിവസം 33 പ്രാവശ്യം ചൊല്ലിയപ്പോഴേക്കും എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. ഇപ്പോൾ എനിക്ക് നടക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല. മുതുകിന്റെ വേദന പൂർണ്ണമായും മാറുകയും ചെയ്തു. ഈ അനുഗ്രഹം എനിക്ക് തന്ന എൻ്റെ കുടുംബത്തിന് നൽകിയതിന് ഈശോയ്ക്കും ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാൻ പ്രിയപ്പെട്ടവരെ ഇവിടെ വരികയും ഒരു സഹോദരി ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അച്ഛൻ കലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. സഹോദരിയുടെ അസ്വസ്ഥതകൾ മാറി. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. നമുക്ക് കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം. ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് പെണ്ണമ്മ, സ്ഥലം മടമ്പം. എൻ്റെ മക്കൾ 4 പേരും തമ്മിൽ കുറേ നാളുകളായിട്ട് വെറുപ്പിലും വാശിയിലും സഹോദരങ്ങളുമായി സ്നേഹവുമില്ലായിരുന്നു. ഞാൻ ആവിലായിലെ വ്യാഴാഴ്ചയിലെ പ്രാർത്ഥനയിൽ വന്ന് പങ്കെടുത്ത് സാക്ഷ്യം എഴുതിയിട്ട് കൊള്ളാമെന്ന് പറയുകയും ചെയ്തു. നവംബർ മാസം 24-ാം തീയതി മൂത്ത മകൻ്റെ കൊച്ചിൻ്റെ ആദ്യ കുർബാന സ്വീകരണം നടത്തി. എല്ലാവരും സ്നേഹത്തോടെ ഒത്തുകൂടി സഹകരിച്ച് പങ്കെടുത്തു. ഈ അനുഗ്രഹം തന്ന ആവിലായിലെ അമ്മയ്ക്കും കർമ്മല മാതാവിനും ബന്ധിതനായ ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. അതുപോലെ എനിക്ക് നല്ല നെഞ്ചുവേദനയായിരുന്നു. 101 പ്രാവശ്യം ഈശോയെ എന്ന് വിളിച്ചപ്പോൾ പൂർണ്ണ സൗഖ്യവും കിട്ടി. എൻ്റെ പേര് അനിത. ഞാൻ ചുങ്കക്കുന്ന് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 4 വീലറിൻ്റെയും 2 വീലറിൻ്റെയും ടെസ്റ്റ് പാസ്സായാൽ സാക്ഷ്യം എഴുതിയിടാമെന്ന് നേർന്നിരുന്നു. വ്യാഴാഴ്ചകളിലെ ശുശ്രൂഷകളിലും ഉരുൾ നേർച്ചയിലും പങ്കെടുത്തതിൻ്റെ ഫലമായി എനിക്ക് പാസ്സാകുവാൻ സാധിച്ചു. എനിക്ക് ഈ അനുഗ്രഹങ്ങൾ തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സാലി പീറ്റർ, വയനാട് മാനന്തവാടി. അത്ഭുതകരമായ ഒരു സാക്ഷ്യം പറയുവാനാണ് ഇതെഴുതുന്നത്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എനിക്ക് 10 വർഷമായിട്ട് യൂട്രസ് താഴാൻ തുടങ്ങിയിട്ട്. മാനന്തവാടിയിൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിൽ ഫൈബ്രോയിഡ് ഉണ്ടെന്നും യൂട്രസ് റിമൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതിനുശേഷം പള്ളിയിൽ വരികയും അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും മുട്ടയിൽ വലിഞ്ഞ് പ്രാർത്ഥിക്കുകയും നിയോഗം എഴുതി കെട്ടിയിടുകയും ചെയ്തതിൻ്റെ ഫലമായി യൂട്രസ് റിമൂവ് ചെയ്യാതെ തന്നെ സൗഖ്യം തരികയാണെങ്കിൽ സാക്ഷ്യം എഴുതിയിട്ടേക്കാമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒക്ടോബർ 6-ാം തീയതി നടന്ന രോഗസൗഖ്യ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഓപ്പറേഷൻ കൂടാതെ സൗഖ്യമായതിനെ ഓർത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഈശോയ്ക്കും ആവിലായിലെ അമ്മയ്ക്കും കർമ്മലനാഥയ്ക്കും പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും കോടാനുകോടി നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഒക്ടോബർ 6-ാം തീയതിയിലെ രോഗസൗഖ്യാരാധനയുടെ മറ്റൊരു വലിയൊരു അത്ഭുതമാണ് യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന ആ സർജറി. യൂട്രസിൽ മുഴയുണ്ടായിരുന്നത് കൊണ്ട് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നത് കർത്താവ് ഇടപെടുകയും ആ മുഴ തന്നെ സൗഖ്യപ്പെടുത്തുകയും ഓപ്പറേഷൻ കൂടാതെ തന്നെ പൂർണ്ണമായി സൗഖ്യം നൽകുകയും ചെയ്തതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയെ, അന്തർ കണ്ടതും കിടർ കേട്ടതും യേശുനാമത്തിൽ, മരണം തോറ്റതും ലാസറുയർത്തതും യേശുനാമത്തിൽ. യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് ജെയ്മോൻ ചെറിയാൻ, സ്ഥലം പൈസക്കരി. എനിക്ക് കഫക്കെട്ടും ശ്വാസതടസ്സവും ഉണ്ടാകുന്നതിനാൽ തണുത്ത വെള്ളം കുടിക്കാനോ തണുത്ത ഭക്ഷണം കഴിക്കാനോ സാധിച്ചിരുന്നില്ല. ഞാൻ അച്ഛനെ കാണുന്നതിനായി ഇരിക്കുന്ന സമയത്ത് നല്ല ദാഹം തോന്നിയതിനാൽ മറ്റു വെള്ളമൊന്നും ഇല്ലാതിരുന്നതിനാൽ ഇവിടുത്തെ കൂളറിൽ നിന്നും തണുത്ത വെള്ളം കുടിച്ചു. അതിനുശേഷം ഇതുവരെ തണുത്തത് കഴിക്കുന്നതിനോ വെള്ളം കുടിക്കുന്നതിനോ യാതൊരു പ്രശ്നവുമില്ല. എനിക്ക് രോഗസൗഖ്യം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും നന്ദി പറയുന്നു.
കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഇവിടെ രണ്ട് പ്യൂരിഫയർ ഉണ്ട്. അതിലൊന്ന് വലിയ തണുത്തത് വെള്ളം മാത്രമേ ഉള്ളൂ. നമ്മുടെ കഞ്ഞിപ്പുരയിൽ ഇരിക്കുന്ന വാട്ടർ പ്യൂരിഫയറിൽ തണുത്തതും ഉണ്ട്, നോർമലും ഉണ്ട്. എന്തായാലും സഹോദരന്റെ രോഗം മാറിയതിന് കർത്താവിന് നന്ദി. ഉറക്കെ വിളിക്കാം, ഈശോയേ. ദൈവനാമത്തിന് മഹത്വം. എൻ്റെ പേര് ആലീസ്, പൈസക്കരിയിൽ നിന്ന് വരുന്നു. ഏറെ കാലമായി വീട് പണിയാൻ സൗകര്യമുള്ള കുറച്ച് സ്ഥലം വാങ്ങാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഈശോ അത് കഴിഞ്ഞ മാസം സാധിച്ചു തന്നു. എൻ്റെ മകൻ ആൽവിയ ജോലിയിൽ പ്രവേശിക്കണമെങ്കിൽ അയർലൻഡിൽ ചെന്നിട്ട് പരീക്ഷ എഴുതണമായിരുന്നു. പരീക്ഷ ജയിച്ചില്ലെങ്കിൽ ഒരു തവണ കൂടിയേ അവസരം കിട്ടുകയുള്ളൂ. അത് കിട്ടിയില്ലെങ്കിൽ തിരിച്ചു പോരണം. ആദ്യ പരീക്ഷയിൽ തന്നെ 27 കുട്ടികളിൽ 7 പേർ ജയിച്ചു. അതിൽ ഒരാളായി എൻ്റെ മകളെ ഈശോ അനുഗ്രഹിച്ചു. ബന്ധിതനായ ഈശോയ്ക്കും അമ്മ ത്രേസ്യായ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. അയർലൻഡിൽ ചെന്നിട്ടുള്ള അഡാപ്റ്റേഷൻ പാസ്സായതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. എൻ്റെ പേര് മോളി, ഞാൻ കച്ചേരിക്കടവിൽ നിന്ന് വരുന്നു. എൻ്റെ വലതുകാലിൻ്റെ ചെറുവിരലിൻ്റെ അടിഭാഗം മുറിഞ്ഞ് സ്റ്റിച്ചിട്ട് 1.5 മാസം കഴിഞ്ഞിട്ടും കാൽപാദത്തിൻ്റെ മുകൾ ഭാഗത്ത് നീരും വേദനയും പഴയതുപോലെ നടക്കാനും പറ്റുകയില്ലായിരുന്നു. ഞാൻ ആവിലായിലെ അമ്മ ത്രേസ്യായോടും കർമ്മല മാതാവിനോടും ബന്ധിതനായ ഈശോയോടും പ്രാർത്ഥിച്ചു തീരും മുൻപേ വേദനയും മാറ്റി പഴയ പോലെ നടക്കാൻ സാധിക്കണമെന്നും പറഞ്ഞു. സാക്ഷ്യം എഴുതിയിടാമെന്ന് നേർന്നു. 2 ദിവസം കഴിഞ്ഞ് വേദനയും നീരും മാറി നല്ലതുപോലെ നടക്കാൻ സാധിച്ചു. എനിക്ക് അനുഗ്രഹം തന്ന ആവിലായിലെ അമ്മ ത്രേസ്യായ്ക്കും കർമ്മല മാതാവിനും ബന്ധിതനായ ഈശോയ്ക്കും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ടേറ്റ് ചൊല്ലാം, ഈശോയേ. അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. എൻ്റെ പേര് സാലി, ഞാൻ പേരാവൂരിൽ നിന്ന് വരുന്നു. എൻ്റെ കാലിന് കുറേ നാളായിട്ട് നീരും വേദനയുമായിരുന്നു. ഞാൻ ഒരു ദിവസം അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ്റെ കാലുകൊണ്ട് എൻ്റെ കാലിൽ തടവി. എനിക്ക് സാക്ഷ്യം എഴുതാൻ മടിയായിരുന്നു. ഇപ്പോൾ കാലിൻ്റെ വേദനയും നീരും സുഖപ്പെട്ടു. എനിക്ക് ശ്വാസം മുട്ടലിൻ്റെ അസുഖമുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു അതും മാറുമെന്ന്. ശ്വാസം മുട്ടും മാറിക്കിട്ടി. മകളുടെ ഒരു സാക്ഷ്യം കൂടി. എൻ്റെ മകളുടെ ഭർത്താവിന് ഒരു പുതിയ വണ്ടി വാങ്ങാൻ ചെന്നപ്പോൾ കുറേ പേപ്പറുകൾ ശരിയാക്കാനുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ആവില പള്ളിയിൽ സാക്ഷ്യം എഴുതിയിട്ട് കൊള്ളാമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പുതിയ വണ്ടി കിട്ടി. ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും അമ്മ ത്രേസ്യായ്ക്കും റാപ്സൻ അച്ഛനും 1000 നന്ദി. പറയാം, ഈശോയേ. എൻ്റെ പേര് ബ്ലസ്സി, ഞാൻ പേരാവൂരിനടുത്ത് ആര്യപ്പറമ്പ് ഇടവകാംഗമാണ്. ഞാൻ കുറേ വർഷങ്ങൾ ദിവസവേതനം ലീവ് ഒഴിവിൽ മാത്രമാണ് ജോലി ചെയ്തിരുന്നത്. ഒരു സ്ഥിരജോലിക്കായി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛനെ കാണുകയും ഈ ആവശ്യം പറഞ്ഞ് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി സ്കൂളിൽ അധ്യാപികയായി സ്ഥിരം ജോലി ലഭിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഒത്തിരി വർഷങ്ങളുടെ വ്യത്യാസം വന്നതിനാൽ കേട്ടറ്റ് കാറ്റഗറി 3 കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ആ പരീക്ഷ പാസ്സായി, കേട്ടറ്റ് ക്വാളിഫൈ ആയി. എനിക്ക് ഈ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും കർമ്മല മാതാവിനും വിശുദ്ധ അമ്മ ത്രേസ്യായ്ക്കും റാപ്സൻ അച്ഛനും ഞാൻ 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. കാറ്റും കടലും ശാന്തമായ യേശുനാമത്തിൽ പാപം നീങ്ങി സൗഖ്യം നേടിയത് യേശുനാമത്തിൽ. ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവിലാമ്മയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ചനും 1 കോടി നന്ദി. എൻ്റെ കൈക്ക് വേദന. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് എൽസമ്മ, താമസിക്കുന്നത് ബാംഗ്ലൂരാണ്. വെളിമാനത്ത് നിന്ന് വരുന്നു. എൻ്റെ കൈക്ക് വേദനയായിരുന്നു. 3-4 വർഷമായി നടുവിനും കാലിനും കൈക്കുമൊക്കെ വേദനയായിരുന്നു. നടുവിന് ബെൽറ്റ് ഇട്ട് 1 മാസത്തോളം കിടപ്പിലായിരുന്നു. അത് കഴിഞ്ഞ് അവർ എക്സ്റേ എല്ലാം നോക്കിയപ്പോൾ സ്പേസ് ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് പറഞ്ഞു. പിന്നെ കൈക്ക് വേദന ഡിക്രോവിൻ സൈനവൈറ്റീസ് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷെ അത് വേദന എത്ര ചികിത്സിച്ചും അലോപ്പതിയും ആയുർവേദവും നാച്ചുറോപ്പതിയും എല്ലാം
അത് കഴിച്ചിരുന്നു. കൊല്ലത്ത് പോയിട്ട് 14 ദിവസം അവിടെ അഡ്മിറ്റായി 1 ലക്ഷത്തോളം രൂപയും ചിലവായി. എങ്കിലും യാതൊരു കുറവുമില്ലായിരുന്നു. ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. അതെങ്കിലും പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല, ചെറിയൊരു ഓപ്പറേഷൻ ചെയ്യാൻ വീണ്ടും വരുവാനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് എൻ്റെ അനിയത്തി ജെസ്സിയുടെ ഭർത്താവ് ജോസും പറഞ്ഞു അവിടെ വന്ന് ആവിലായിലെ അച്ഛനെ കണ്ട് ഒന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുറയുമെന്ന്. ഞാൻ മൂന്നാമത്തെ ആഴ്ചയാണ് ഇപ്പോൾ വരുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ ഉമിനീര് തന്നിട്ട് എൻ്റെ കയ്യിലൊന്ന് തൂത്തിട്ട് ശക്തിമായി ഊതുവാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് കുളിക്കുമ്പോൾ തല തോർത്തുവാനോ ഒന്നും സാധിച്ചില്ല. ഒരു ഗ്ലാസ് എടുക്കുവാനോ ഒരു ബലൂൺ പോലും എൻ്റെ കൈ കൊണ്ട് എടുക്കുവാനോ ഒന്നും സാധിച്ചിരുന്നില്ല. അത് അച്ഛൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാം ചെയ്യാൻ ഇപ്പോൾ എല്ലാ ജോലിയും ഞാൻ ചെയ്യുന്നുണ്ട്. ഡോക്ടർമാർ പറഞ്ഞതാണ് ഈ കൈ കൊണ്ട് യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഈ കൈ കൊണ്ട് ഒരു ജോലിയും ചെയ്യരുത്. ബെൽറ്റ് തന്നിട്ടുണ്ട്, ബെൽറ്റ് ഇട്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഒരു പണി എടുക്കരുതെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ എല്ലാ ജോലിയും ഞാൻ ചെയ്യുന്നുണ്ട്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവര്, ഇടതേ കൈയുടെ തള്ളവിരൽ, ഇടതേ കൈയുടെ വേദന വരുമായിരുന്നു. അപ്പോൾ സർജറി ചെയ്യണമെന്ന് പറഞ്ഞതാണ്. പലതരത്തിലുള്ള ചികിത്സകൾ കൊല്ലത്ത് പോയി 1 ലക്ഷം രൂപയോളം ചെലവഴിച്ച്. എന്ത് ചികിത്സയായിരുന്നു? ആയുർവേദ ചികിത്സ. ബാംഗ്ലൂരിൽ കുറെ ചികിത്സകളൊന്നും പറ്റാതെയാണ് അവസാനം ബാംഗ്ലൂരിൽ നിന്ന് കൊല്ലം വരെ പോയത്. അതിനുശേഷമാണ് കൊല്ലം വഴി കാരാപറമ്പ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഇപ്പോൾ പൂർണ്ണ സൗഖ്യം, എല്ലാ ജോലികളും ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ കൈ സുഖപ്പെടുത്തിയിരിക്കുന്നതിന്. സർജറി ചെയ്താലും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പെർമനന്റ് സർജറി പോലും പെർമനന്റ് സൊല്യൂഷൻ അല്ല എന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത് യേശുനാമം ഒരു പെർമനന്റ് സൊല്യൂഷൻ ആയതിന്റെ വലിയൊരു സാക്ഷ്യമാണ്. സഹോദരി കുറെ നാളായി ബാംഗ്ലൂരാണ്, അതുകൊണ്ട് പറയാനുള്ള ചില ബുദ്ധിമുട്ടുകൾ അല്ലെ, പ്രയാസം. കർത്താവിന് നമുക്ക് കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, അന്തർ കണ്ടതും